നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചോദ്യം 51. ചോദ്യം 51. Sin alpha and sin beta, sin alpha and cos alpha are the roots of the p square px square plus qx plus r equal to 0. ഇതിൻ്റെ റൂട്ട്സ് ആണ് sin x ഉം cos alpha. sin alpha, sum of the roots sin x plus cos alpha, that is equal to minus q by p, and sin alpha cos alpha, that is equal to r by p. So options എല്ലാം സ്ക്വയർ ലൈൻ കൊണ്ട് സ്ക്വയർ ചെയ്തേക്കാം. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, that is equal to sin square alpha plus cos square alpha 1 plus 2 sin alpha cos alpha is equal to q square by p square, or 1 plus 2 into sin alpha cos alpha r by p is equal to q square by p square, multiplying throughout by p square. എന്തുണ്ടാവും p സ്ക്വയറിനെ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും p സ്ക്വയർ plus 2pr is equal to q square, or p square minus q square plus 2pr equal to 0. ഓപ്ഷൻ എ. ചോദ്യം 52. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അടുത്ത ചോദ്യം, fifth question number 52. If alpha and beta are the roots of this, ഏതാണ് ചോദ്യം? x square lambda x square minus lambda x plus x plus 5 equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാംഡ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ലാംഡ മൈനസ് 1 പ്ലസ് 5 ഈക്വൽ ടു 0. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ 0. സോ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ മൈനസ് 1 ബൈ ലാംഡ ആൻഡ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 5 ബൈ ലാംഡ. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇഫ് ആൽഫ 1 ആൻഡ് ആൽഫ 2 ആർ ദ ടു വാല്യൂസ് ഓഫ് ലാംഡ ഫോർ വിച്ച് ആൽഫ ആൻഡ് ബീറ്റ ആർ കണക്റ്റഡ് ബൈ, ആൽഫയും ബീറ്റയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ? ലാംഡയുമായിട്ട് lambda is connected with alpha and beta by this relation. ഏതാണ് relation? alpha by beta. ഈ relation സിംപ്ലിഫൈ ചെയ്ത് കിട്ടും ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 4. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ, ഇതങ്ങോട്ട് പോകുമ്പോൾ 4 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഈസ് ഈക്വൽ ടു 6 ആൽഫ ബീറ്റ കിട്ടും. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഡയറക്ട്ലി. നോക്കാം, അതിന് കിട്ടേണ്ടതാണ്. നോക്കാം. സോ ആൽഫ പ്ലസ് ബീറ്റ, വാട്ട് ഇസ് ആൽഫ പ്ലസ് ബീറ്റ? ദാറ്റ് മീൻസ് ലാംഡ മൈനസ് 1 ബൈ ലാംഡ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 5 ബൈ ലാംഡ. So this is equal to, simplify by lambda square minus 2 lambda plus 1. ഇവിടെ ഒരു ലാംഡ സ്ക്വയറിൻ്റെ ഒരു ലാംഡ ഉണ്ടാവും, ക്യാൻസൽ ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 30, ഓർ ഇത് കൂടെ പോകുമ്പോൾ 30 ലാംഡ, കൂടെ പോകുമ്പോൾ 32. ലാംഡ സ്ക്വയർ മൈനസ് 32 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ലാംഡ 1 ആൻഡ് ലാംഡ 2 ആർ ടു വാല്യൂസ് ഓഫ് ലാംഡ. ഇതിലെ രണ്ട് വാല്യൂസ്. ഓക്കെ, ലാംഡ 1 ആൻഡ് ലാംഡ 2 ആർ ടു വാല്യൂസ് ഓഫ് ദിസ്. ദാറ്റ് മീൻസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 എന്താ? minus of minus 32 minus b by a, and lambda 1 into lambda 2 is equal to 1. ഇനി എന്താ ചോദിച്ചത്? then find the value of lambda 1, ഞാൻ പറയേണ്ടത് lambda 2 plus lambda 2 divided by lambda 1. simplify lambda square plus lambda 2 square divided by lambda 1 into lambda 2, that is equal to lambda 1 plus lambda 2 whole square minus 2 lambda 1 lambda 2 divided by lambda 1 lambda 2. ഇതിൻ്റെ വാല്യൂ കൊണ്ട് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓപ്ഷൻ വിൽ ബി ഇത് ഇപ്പോൾ 32 സ്ക്വയർ ഒന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് ദിസ്. ഓപ്ഷൻ ഡി. 53ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 53. ഇഫ് എ ബി സി ആർ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0, ഇതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 4ax സ്ക്വയർ പ്ലസ് 3bx പ്ലസ് 2c ഈക്വൽ ടു 0 ആണെങ്കിൽ, 2c ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ റൂട്ട്സ് എന്താ? ഇമാജിനറി ആണോ റിയൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിൽ ഡു ആണ് ബി സ്ക്വയർ മൈനസ് 4ac, ഡിസ്ക്രിമിനൻ്റ് ഒന്ന് കണ്ടു നോക്കാം. 3b ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4a ഇൻറ്റു 2c, 9b സ്ക്വയർ മൈനസ്
32 AC. ഇവിടെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ നേച്ചറിനെ പറ്റി ഒന്നും നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഹോൾ സ്ക്വയർ ആയി കിട്ടിയാൽ ഇറ്റ് വിൽ ബി ഈസി. ഹോൾ സ്ക്വയർ സപ്പോസ് ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0, അപ്പം ഓൾ ദ റൂട്ട്സ് ആർ റിയൽ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, a plus b plus c is equal to 0. b is equal to minus of a plus c. That means 9 into മൈനസിൻ്റെ സ്ക്വയറും പ്ലസിൻ്റെ സ്ക്വയറും ഒക്കെ ഒന്ന് തന്നെ. a plus c whole square minus 32 ac. That is 9a square plus 9c square plus 18ac minus 32ac. That is 9a square plus 9c square minus 14ac. മൈനസ് ആണ്. എന്ത് ചെയ്യാം? അത് ഹോൾ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇത് 3a മൈനസ് 3c ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. 9a സ്ക്വയർ പ്ലസ് 9 മൈനസ് എത്ര 18, അപ്പോൾ എത്ര പ്ലസ് 4ac. ദ ഹോൾ തിങ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ 0 അതുകൊണ്ടെന്താ? ദിസ് ഗ്രേറ്റർ ദാൻ 0 അതുകൊണ്ടെന്താ? റിയൽ റൂട്ട്സ് ആർ റിയൽ. 54 54ാമത്തത്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x square. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് പി. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ക്യൂ. ആൽഫ a raised to 4 അല്ല, ആൽഫ raised to 4 comma beta raised to 4 are the roots of this. അപ്പോൾ ആൽഫ raised to 4 plus beta raised to 4 then minus b by ഏതിൻ്റെ, so r, and alpha raised to 4 into beta raised to 4 is s. Then the equation, ഈ equation has സെയിം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ. ഈ ഇക്വേഷൻ രണ്ട് റിയൽ ഇതാണ് തന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 4qx പ്ലസ് 2q സ്ക്വയർ മൈനസ് r ഇസ് ഈക്വൽ ടു 0. ഡിസ്ക്രിമിനൻറ്റ് കണ്ടുനോക്കാം. b സ്ക്വയർ മൈനസ് 4ac that is equal to 16q square minus 4 into 2q square minus r, that is equal to 16q square minus 8q square plus 4r, or that is equal to 8q square plus 4r. ഓ, ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത് പോസിറ്റീവാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ r. What is the value of r? Okay, what is r? r is nothing but alpha raised to 4 plus beta raised to 4. That is equal to alpha square plus beta square whole square minus 2 alpha square beta square. Identity be with 2. A raised to 4 plus b raised to 4. This is same as alpha plus beta whole square minus 2 alpha beta. അത് ഈ alpha square plus beta square minus 2 alpha beta whole square. That is equal to alpha plus beta minus p. So p square minus 2q whole square minus 2q square. That is equal to 8q square plus 4 into r ന്റെ സ്ഥലത്ത് എടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p square minus 2q whole square minus 2q square. a minus b ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 8q square, okay, hold on, plus 4 എക്സ്പാൻഡ് ചെയ്യണ്ട. p square minus 2q whole square minus 4 to 8, 8q square. ഇവിടെ അത് ക്യാൻസൽ, 8q square ക്യാൻസൽ. ദിസ് ഇസ് 4 times ഒരു സംതിങ് ഹോൾ സ്ക്വയർ എന്താണ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Therefore, two roots are real roots. Two of the roots are real. 55 എന്താണ് 55 question. One root of this is the square of the other. X square minus 30x plus lambda equal to 0. One root is the square of alpha comma alpha square. അങ്ങനെയാണെങ്കിൽ alpha plus alpha square എത്രയാണ് 30, and alpha into alpha square, that is equal to lambda, or alpha cube is equal to lambda. Alpha cube is equal to, then the value of lambda, alpha plus alpha square is equal to 30. Sum of the roots 30, and one root of this is the square of the other. So alpha cube is equal to lambda.
lambda raised to 1 by 3. Alpha plus, so alpha square plus alpha minus 30 is equal to 0. ഇതിൻ്റെ അകത്തുനിന്ന് ആൽഫ പ്ലസ് 6 into alpha minus 5 is equal to 0. Alpha is equal to minus 6, alpha is equal to 5. Therefore, lambda is equal to 2 value. Therefore, lambda is equal to ഇതെടുത്ത് കൊടുക്കുമ്പോൾ ആൽഫയ്ക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ minus 6 cube minus 216 അങ്ങനെ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളത് അത്. സോ ഓപ്ഷൻ എ ഒരു വാല്യൂ കൂടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 125. ക്വസ്റ്റ്യൻ നമ്പർ 56 56ലേക്ക് പെട്ടെന്ന് പോവാം. ദ വാല്യൂ ഓഫ് വിച്ച് സാറ്റിസ്ഫൈസ് ദി ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതല്ലോ. എന്താ എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അതായത് ഒരു നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ -1 മുതൽക്ക് 1 വരെ. ഓക്കെ, എന്നാൽ പിന്നെ അത് ആക്സിസും കൂടി വരയ്ക്കാം. അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് x square minus x minus 2 into x plus 1 is greater than or equal to 0. 1 2 ആണ് 1. ഇതിൻ്റെ ഇതിന് ഞാൻ കളർ മാറ്റിയെടുക്കും. x minus 2 into x 1 minus 1 മറ്റേത് 2 ആണ്. സോ the graph goes like the curve goes like this. 1 2 ആണ് മറ്റേ ബോത്ത് ഓഫ് ദം ആദ്യത്തതിൻ്റെ ഇതിൻ്റെ വാല്യൂ 1 മുതൽക്ക് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഞാൻ റെഡിൽ ബ്ലാക്കിൽ മാർക്ക് ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 1 മുതൽക്ക് ഇവിടുന്ന് പുറത്തേക്കും. ഇതിൽ കോമൺ ആയിട്ടുള്ള ആകെ ഒരൊറ്റ എലിമെൻ്റ് ഉള്ളൂ. ഈ ഒരൊറ്റ എലിമെൻറ്റ് ഏത് എലിമെൻറ്റ് -1. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സിംഗിൾട്ടൺ സെറ്റ് -1. 57. ക്വസ്റ്റ്യൻ നമ്പർ 57. If x square plus m1x plus n1 is equal to 0, x square plus m2x plus n2 equal to 0. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. m1 m2 is equal to 2 into n1 plus n2. then at least one of this equation has ഇതിൽ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ തന്നത്? m1 into m2 is equal to 2 into n plus 1 in n1 plus n2. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദിസ് ഇക്വേഷൻ റിയൽ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദിസ് ഇക്വേഷൻ ഹാസ് എ റിയൽ റൂട്ട്സ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം. ഒരു കാര്യം ചെയ്യാം, ലെറ്റ് ബോത്ത് ദ ഇക്വേഷൻ തിരിച്ചെടുക്കാം. both the equation has complex roots നോക്കാം. അങ്ങനെയാണ് ആദ്യം എന്താ ബി സ്ക്വയർ മൈനസ് ഒന്നാമത്തേൻ്റെ അകത്തുനിന്ന് m1 സ്ക്വയർ മൈനസ് 4n1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ 0 ഈക്വൽ ടു ഇല്ല. രണ്ടാമത്തത് m2 സ്ക്വയർ മൈനസ് 4n2 ഓൾസോ ലെസ് ദാൻ 0. അതുകൊണ്ടെന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ രണ്ടുകൂടെ ആടി നോക്കാം. m1 സ്ക്വയർ പ്ലസ് m2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു n1 പ്ലസ് n2 n1 പ്ലസ് n2 ഇല്ല ഇസ് ലെസ് ദാൻ 0. ഇവിടെ കിട്ടി. This is m1 square plus m2 square minus 4 times എന്ന് പറയുന്നത് 2 into 2 times 2
m1 m2 is less than 0. That means m1 minus m2 whole square is less than 0. ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ഹോൾ സ്ക്വയർ നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. തെറ്റാണിത്. തെറ്റെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ എന്തുണ്ടായി അവിടെ, ദർ ഇസ് എ കോൺട്രഡിക്ഷൻ. എന്താണ് കോൺട്രഡിക്ഷൻ? ഇത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റി? ഇത് തെറ്റി. എന്തുകൊണ്ട് തെറ്റി? ഇതുകൊണ്ട് ഇത് തെറ്റി. എന്തുകൊണ്ട് തെറ്റി? ഇത്. സോ ദിസ് ഇസ് റോങ്. ബോത്ത് ദ ഇക്വേഷൻ കനോട്ട് ഹാവ് കോംപ്ലക്സ് റൂട്ട്സ്. അതുകൊണ്ട് എന്താ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഇസ് ഹാവിങ് റിയൽ റൂട്ട്സ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഇസ് ഹാവിങ് റിയൽ റൂട്ട്സ്. 58ാമത്തെ ചോദ്യം. ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ എവിടെ? 58. P of x is equal to ax square plus bx plus c, and q of x is equal to minus ax square plus dx plus c. Then p of x into q of x has at least one real root, at least no real roots, no, at least two real roots, two real and two imaginary roots. Then the product എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് f of x x minus a into x minus b into x minus c into x minus d ആണെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിലും ഇത് രണ്ടും ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എല്ലാം റിയൽ റൂട്ട്സ് ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേച്ചർ എന്താ, ഇതിൻ്റെ റൂട്ടിൻ്റെ നേച്ചർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ എഴുതിയത് പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ഇങ്ങനെയാണ്, അതായത് ഇതിൻ്റെ ഫാക്ടറൈസ്, ഇതിൻ്റെ റൂട്ടിൻ്റെ നേച്ചർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ റൂട്ടിൻ്റെ നേച്ചർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റും. സോ ലെറ്റ് us find the roots of this discriminant of that. So what happens, that is equal to b square minus 4ac. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് d1 എടുക്കാം, d2 എന്താ d സ്ക്വയർ പ്ലസ് 4ac. അപ്പോൾ എ സി ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസ് ആയിട്ട് എടുക്കാം. എ സി ലെസ് ദാൻ 0 ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ, എ സി ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതെന്തായാലും d1 is positive and d2 may be positive, maybe depends. ഈ കേസിൽ എന്താ, രണ്ട് റിയൽ റൂട്ട്സ് എന്തായാലും 2 റിയൽ റൂട്ട്സ് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് രണ്ട് റിയൽ റൂട്ട്സ് കിട്ടി ഇങ്ങനെയാണെങ്കിൽ. രണ്ടാമത്തെ കേസ് എ സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഈ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച്. സോ d1 may be greater than 0, less than 0. പക്ഷേ d2 എന്തായിരിക്കും? ഇത് പോസിറ്റീവാണ്, ഇതെന്തായാലും പോസിറ്റീവാണ്. d2 is greater than 0. അപ്പോൾ ആ കേസിൽ എന്താ, ഇവിടെ 2 റിയൽ റൂട്ട്സ്. പക്ഷേ ഈ കേസിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്താ, അറ്റ്ലീസ്റ്റ് ഒന്നുകിൽ ഇവിടെ രണ്ട് റിയൽ റൂട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ രണ്ട്, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3 റിയൽ വരില്ല. ഒന്നും കോംപ്ലക്സ് ആവാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതാ കോംപ്ലക്സ് എപ്പോഴും എങ്ങനെയാണ് വരിക, എപ്പോഴും വരുന്നത് കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, അവിടെ എന്ത് ചെയ്യാനാ, ഒന്നുകിൽ രണ്ടെണ്ണം ഇവിടെ റിയൽ അല്ലെങ്കിൽ ഇവിടെ രണ്ട്. ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദം ആർ റിയൽ. ഒന്നുകൂടി പറയാം, ഇതിനെ പി ഓഫ് എക്സിൻ്റെ ക്യൂ ഓഫ് എക്സിൻ്റെ ഈ രൂപത്തിലാണെന്ന് നമ്മൾ ആഗ്രഹിക്കുക, അങ്ങനെ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കണമെങ്കിൽ എന്താ, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഈ ക്വാഡ്രാറ്റിക്കിനെ ഫാക്ടറൈസ് ചെയ്ത് രണ്ട് ലീനിയർ, അതേപോലെ ഇതിനെയും ഫാക്ടറൈസ് ചെയ്ത് രണ്ട് ലീനിയർ. അങ്ങനെയാണെങ്കിൽ 4 എണ്ണവും റിയലായി, എ ബി സി ഡി റിയൽ ആണെങ്കിൽ. ഓക്കെ, ഇനി ഇത് റിയൽ ആണോ എന്താണെന്ന് അറിയണം. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ്, രണ്ടിൻ്റെ ഡിസ്ക്രിമിനൻ്റ് കണ്ടു. എ സി 0 അല്ല എന്ന് ഇവിടെ പറയും, ചോദ്യത്തിൽ പറയുന്നത്. എ സി 0 അല്ലെങ്കിൽ ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. നെഗറ്റീവ് എടുക്കുമ്പം ഈ പാർട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ രണ്ട് റിയൽ റൂട്ട്സ്. ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല, മേ ബി മേ നോട്ട് ബി. ഒന്ന് റിയൽ ഒന്ന് പോസിറ്റീവ് ആവാം, രണ്ടും കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ തിരിച്ച്. അങ്ങനെ ആകുമ്പോൾ എന്താ, രണ്ട് റിയൽ റൂട്ട്സ് എന്തായാലും ഉണ്ടാവും. ദോർഫോർ അറ്റ്ലീസ്റ്റ് 2 റിയൽ റൂട്ട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 59. Question number 59. Let A, B and C
be real numbers. Alpha is the root of this and beta is the root of this, and alpha is a root of this. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. a square x square plus bx plus c equal to 0. Alpha is a root എന്ന് പറയുന്നുണ്ട്. So a square alpha square plus b alpha plus c equal to 0. ഇതേപോലെ തന്നെയാണ് അടുത്തത് a square x square minus bx minus c equal to 0. ബീറ്റ അതിൻ്റെ റൂട്ടാണെന്ന് പറയുന്നത്. So a square beta square minus b beta minus c equal to 0. Then the equation a square x square plus 2bx plus 2c equal to 0 has gamma, has a root gamma. That always lie between. എന്ന് പറഞ്ഞാൽ ഈ ഗാമ ഇതിന് തുല്യമാണ്, വാല്യൂസ് ഇത് രണ്ടും തുല്യമായിരിക്കും, ഇത് തമ്മിലൊരു കമ്പാരിസൺ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഈ പോളിനോമിയലിന് what is f of alpha? f of alpha എന്ന് പറഞ്ഞാൽ a square alpha square plus 2b alpha plus 2c. Okay, ഇതെന്ത് ഇംപ്ലൈ ചെയ്യും? This implies that a square gamma square is equal to or b alpha plus c is equal to minus a square alpha square. എന്ന് പറഞ്ഞാൽ ഇതെന്തായി? This is equal to a square alpha square plus 2 പുറത്തേക്ക് എടുത്താൽ b alpha plus c, that is equal to a square alpha square plus 2 times minus this is equal to a square lambda square. ഇതെന്താവും? മൈനസ് 2a സ്ക്വയർ ലാംഡ സ്ക്വയർ. ഇതൊരു നെഗറ്റീവായി. ഇതേപോലെ എഫ് ഓഫ് ബീറ്റ ഒന്ന് കാണാം. എഫ് ഓഫ് ബീറ്റ കാണുമ്പോൾ എന്താണ്? എ സ്ക്വയർ ബീറ്റ സ്ക്വയർ പ്ലസ് 2b ബീറ്റ പ്ലസ് 2c. ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഇവിടെ അകത്ത് നിന്ന് എന്ത് കിട്ടും? ഇത് പുറത്തേക്ക് അപ്പുറത്തേക്ക് എടുത്ത ആൽഫ. സോ ദിൽ ബിക്കം 2 ടൈംസ് എ സ്ക്വയർ ബീറ്റ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3a സ്ക്വയർ ബീറ്റ സ്ക്വയർ ഓൾവേസ് പോസിറ്റീവ്. എന്ന് പറഞ്ഞാൽ ഈ ഗാമേനെ ഇതിനെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആൽഫ ബീറ്റ ഗാമ വേറെ എവിടെയും സ്ഥലത്താവട്ടെ. എഫ് ഓഫ് ആൽഫ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എഫ് ഓഫ് ആൽഫ നെഗറ്റീവാണ്, ഇവിടെ എവിടെയോ ആണെന്ന് വിചാരിക്കാം. എഫ് ഓഫ് ബീറ്റ പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് പോകുന്നതെന്നർത്ഥം. ഇങ്ങനെ എങ്ങനെയോ കയറി പോവാം. ഒരു ഭാഗം ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ചേഞ്ചസ് ഫ്രം ആൽഫ ടു ബീറ്റ. ദാറ്റ് മീൻസ് ദർ ഇസ് എ റൂട്ട് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. എന്താണ് ഇതിൻ്റെ റൂട്ട്? ഗാമയാണ് ഇതിൻ്റെ റൂട്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ വാട്ട്? ആൽഫ ആൻഡ് ബീറ്റ. നല്ലൊരു ചോദ്യം, ഒരു പക്ക JEE ക്വസ്റ്റ്യൻ. എ ബി ആൻഡ് സി ആർ എലിമെൻറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇവിടെ എന്താ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അത് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബീറ്റ ഈസ് എ റൂട്ട് ഓഫ്. ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ നേരത്തെ എഴുതിയ മാതിരി ഇവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം. എന്താണ്? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ബീറ്റ പ്ലസ് സി. അതെടുത്തിട്ടാണ് ഇവിടെ 2 ബീറ്റ പ്ലസ് 2c. അതുകൊണ്ട് എന്താ 2a സ്ക്വയർ. ഇത് നെഗറ്റീവ്, അത് പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഒരു ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം അത് ചേഞ്ച് ഒന്ന് ആദ്യം നെഗറ്റീവ് പാർട്ടിൽ നിന്ന് പിന്നെ പോസിറ്റീവ് ആവുന്നു. ഒരു സ്ഥലത്ത് നെഗറ്റീവ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോസിറ്റീവ്. ഒരു ഭാഗത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവും മറ്റൊരു ഭാഗത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവും ആണ് എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഗ്രാഫ് ഇസ് ക്രോസിങ് the x-axis. That means the value, the root is at that point. That means alpha less than gamma less than beta. 59 60ാമത്തെ ചോദ്യം. 60. Question number 60.
alpha and beta are roots of this. So alpha plus beta is equal to minus p and alpha beta is equal to q. And also of this, ഇതിൽ alpha substitute ചെയ്ത് എന്താ, alpha raised to n whole square plus p raised to n alpha raised to n plus q is equal to 0. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എഴുതാം ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു പി റേസ് ടു എൻ. അപ്പോൾ അത് തമ്മിൽ ഇവിടെ തന്നെ കിട്ടുമല്ലോ. ആൽഫ പ്ലസ് ബീറ്റ ഇതിൻ്റെ അകത്ത് ആൽഫ ആൻഡ് ബീറ്റ റൂട്ട്സ് ഓഫ് ദിസ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്താ, പി റേസ് ടു എൻ. പി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു മൈനസ് പി ആവണമെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് പി ആവണമെങ്കിൽ എൻ ദെൻ എൻ ഇസ് ഓഡ് ഇൻറ്റിജർ ആവണം ഇതിൻ്റെ അകത്ത് നിന്ന് അല്ലേ. മൈനസ് പി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു മൈനസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നോക്കാം. ബീറ്റ ഇസ് ഓൾസോ, സോ എന്താ ബീറ്റ റേസ് ടു എൻ ഹോൾ സ്ക്വയർ പ്ലസ് പി റേസ് ടു എൻ ഇൻറ്റു ബീറ്റ റേസ് ടു എൻ പ്ലസ് ക്യൂ റേസ് ടു എൻ. സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ അത് കിട്ടും. സബ്ട്രാക്ട് ചെയ്താൽ ആൽഫ റേസ് ടു എൻ ഹോൾ സ്ക്വയർ മൈനസ് ബീറ്റ റേസ് ടു എൻ ഹോൾ സ്ക്വയർ പ്ലസ് p raised to n into alpha raised to n minus beta raised to n equal to 0. This is alpha raised to n minus beta raised to n into alpha raised to n plus beta raised to n plus p raised to n into alpha raised to n minus beta raised to n. ഇതിൻ്റെ അകത്തുനിന്ന് that means this cannot be alpha and beta രണ്ട് വാല്യൂസ് അല്ല, അതുകൊണ്ട് ഇത് തുല്യമാവില്ല. That means alpha raised to n minus beta raised to n into alpha raised to n plus beta raised to n plus p raised to n is equal to 0. That means alpha raised to n plus beta raised to n is equal to minus p raised to n. And alpha plus beta is minus p and alpha beta. The whole nth term ayina kondu pattilla. So now if alpha by beta and beta by alpha by beta and beta by alpha are the roots of this, ഇതിൻ്റെ റൂട്ട്സ് ആണെങ്കിൽ ഏതാ ഇക്വേഷൻ, എക്സ് റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 0. ദെൻ എക്സ് റേസ് ടു എൻ ആൽഫ ബൈ ബീറ്റ ഹോൾ റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് ആൽഫ ബൈ ബീറ്റ പ്ലസ് 1 ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് alpha raised to n by beta raised to n plus 1 plus alpha plus beta whole raised to n divided by beta raised to n is equal to 0. Beta raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ alpha raised to n plus beta raised to n plus alpha plus beta whole raised to n is equal to 0. That means alpha plus അവിടെ എല്ലാ വാല്യൂസ് ഉണ്ട്. alpha raised to n plus beta raised to n ഇത് നമുക്ക് ഉപയോഗിക്കാം. ഈ പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് ഉപയോഗിക്കാം. is equal to p raised to minus p raised to n plus alpha plus beta whole raised to n minus p whole raised to n is equal to 0 എന്ന് പറഞ്ഞാൽ minus p whole raised to n is same as ഇതാവണം അങ്ങോട്ട് എന്നല്ലേ. therefore അതിൻ്റെ അർത്ഥം എന്താ, n should be എന്തായിരിക്കണം, an odd integer. n should be odd എന്നാലേ ഇത് 0 ആവുള്ളൂ. ഈവൺ ആയി കഴിഞ്ഞാൽ പറ്റില്ല. and should be odd. 61ാമത്തെ ചോദ്യം, find the value of x which is inequality. ഗ്രാഫ് വരയ്ക്കുക, ഇത് ഫാക്ടറൈസ് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫ് നോക്കാം. 62 y is equal to px plus a into root of 1 plus p square. y minus px is equal to a into root of 1 plus p square. ഇത് എക്സ്പാൻഡ് ചെയ്യുക,
സ്ക്വയർ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അതിൻ്റെ അകത്ത് നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സോൾവ് ചെയ്തെടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സോൾവ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ. മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി മൈനസ് എ സ്ക്വയർ ഓർ എ സ്ക്വയർ, ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും അത്. 63 62 അല്ലത് എന്തോ 61 ഞാൻ എഴുതിയത്. 60 ക്വസ്റ്റ്യൻ മിസ്സായോ? ഇത് പറഞ്ഞല്ലോ. സോ നമ്പർ മാത്രം മാറി. 62ആണിത്. 63. Cos alpha is the root of this, then the value of sin 2 alpha. ഈ ഇക്വേഷൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 25x square plus 5x minus 12. പ്രൊഡക്റ്റ് എത്ര? 400. സോ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, അത് പോകാൻ ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 പ്ലസ് 400, അപ്പോൾ 1200 ഡിവൈഡ് ബൈ 50 minus 5 plus or minus root of 1225, എത്രയാ? 35 divided by 50, that is equal to minus 30 by 50 അല്ലേ? ഒന്നുകിൽ minus 5 plus 35, so minus 30 plus 30 by, that is equal to 3 by 5, അല്ലെങ്കിൽ minus 4 by 5. ഇതിൽ ഏത് വാല്യൂ എടുക്കണം? എക്സ് ഇസ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അത് കോസ് ആൽഫയാണ്. കോസ് ആൽഫ അതിലായിട്ട് വെച്ച് -1 and 0 നെഗറ്റീവാണ്. സോ ദാറ്റ് മീൻസ് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു -4/5. സൈൻ 2 ആൽഫ 2 cos സ്ക്വയർ ആൽഫ -1, അത് വെച്ചിട്ട് വേഗം കണ്ടുപിടിക്കാം. ഐഡൻറ്റിറ്റി ഉപയോഗിക്കുക. സൈൻ 2 ആൽഫയ്ക്ക് കോസ് ആൽഫ ഉണ്ട്, സൈൻ 2 ആൽഫ കണ്ടുപിടിക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 64. Equation that are equal but opposite in sign. The roots of this equation are equal in magnitude but opposite in sign. Then their product is. ഇതിൻ്റെ അകത്ത് ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ LCM എടുക്കാം, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ പ്ലസ് അവിടെ എയോ ബിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ല, എക്സ് സ്ക്വയർ പ്ലസ് എക്സിൻ്റെ കൂടെ കുറേ ടേംസ് ഉണ്ടാവും, പിന്നെ കോൺസ്റ്റൻറ്റ് ടേംസ് എല്ലാം കൂടി ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാം. റൂട്ട്സ് ആർ ഈക്വൽ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് എ ആണെങ്കിൽ ഒന്ന് മറ്റേത് -a, 7 ആണെങ്കിൽ -7, ആൽഫ ആണെങ്കിൽ -ആൽഫ. എന്തുണ്ടാവും? സം ഇസ് ഈക്വൽ ടു 0. അതുപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് റിലേഷൻ, യു വിൽ ബി ഗെറ്റിംഗ് എ റിലേഷൻ ഇൻ ടേംസ് ഓഫ് a, b, c. അതെടുത്തിട്ട് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ? c/a. അതിൽ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ട് പ്രോബബിളി അത് എക്കാവാം, ബിക്കാവാം, സിക്കാവാം. ഇവിടെ ഓപ്ഷനിൽ എല്ലാം ഒന്നിലും സി ഇല്ല. സോ അതിൻ്റെ അകത്ത് നിന്ന് സി കണ്ടുപിടിക്കാം. സി മേ ബി ഇതിനൊരു സിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി. എയിലും ബിയിലും ഒരു സിക്ക് ഒരു വാല്യൂ കിട്ടും. അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ഫോർ ദാറ്റ്. 65ാമത്തെ ചോദ്യം. 65. 1 root of this is 4. ഒരു റൂട്ട് 4 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 16 plus 4l plus 12 is equal to 0, or l is equal to 28, l is equal to -7. So what is, while the equation അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, has equal roots. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x square minus 7x plus m is equal as equal roots. യൂസ് എന്താ? b square minus 4ac യൂസ് ചെയ്യുക. 66. This equation has roots equal in magnitude but opposite in sign. Then find the value of a plus b. Same. ഇവിടെ ചെയ്ത അതേ ചോദ്യം, അതിൻ്റെ മറ്റൊരു ഇക്വേഷൻ ഫോം ചെയ്യുക. സം ഓഫ് ദ സീറോസ്, സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് b/a 0 ആയിരിക്കും. അപ്പം ആ സം അത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്യുക. 67ാമത്തെ ചോദ്യം. മോഡുലസ് ഓഫ് x minus x square minus 1 is equal to 2x minus 3 minus x square has how many solution? Infinite solution ആണോ? ഇതിൻ്റെ അകത്ത് നിന്ന് മോഡ് എങ്ങനെ കളയാം? മോഡ് കളയാൻ വേറെ പണിയൊന്നുമില്ല. യൂസ് what do you do? പ്ലസ് ഓർ മൈനസ് 2x minus 3 minus x square. ഇതിൽ ആദ്യം പ്ലസ് പാർട്ട് ഇക്വേറ്റ് ചെയ്യുക, ഒരു സൊല്യൂഷൻ കിട്ടും. ചിലപ്പോൾ പറ്റുന്നതായിരിക്കാം, പറ്റാത്തതായിരിക്കാം. ചിലപ്പോൾ സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവില്ല.
ഒന്നുകിൽ 2 4 അല്ലെങ്കിൽ എന്താ 2 സൊല്യൂഷൻ. ഒരു കേസ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും 2 സൊല്യൂഷൻസ് ആയിരിക്കും. ആദ്യത്തെ കേസ് ഏതൊക്കെ ഇക്വേറ്റ് ചെയ്യുക? x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. രണ്ടാമത്തത് മൈനസ് പാർട്ട് ഇക്വേറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അതിൻ്റെ അകത്ത് നിന്ന് വിൽ ഗെറ്റ് സൊല്യൂഷൻസ്, മോസ്റ്റ് പ്രോബ്ലി 2 സൊല്യൂഷൻസ്. 67. ഇനി 68ാമത്തെ ചോദ്യം. എത്ര ചോദ്യമുണ്ട് ഇതിൽ? 78 ചോദ്യങ്ങളുണ്ട്. 78 ചോദ്യമുണ്ട്. 68ാമത്തെ ചോദ്യം 68. കുറേ മാരുന്ന ചോദ്യം. റൂട്ട്സ് കോയിൻസൈഡ്, ദാറ്റ് മീൻസ് ഈക്വൽ റൂട്ട്സ്. യൂസ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. അതിൻ്റെ അകത്ത് സബ് ബി സ്ക്വയർ മൈനസ് ദാറ്റ് ഇസ് 2 പ്ലസ് എം ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. സോൾവ് ഫോർ എം. ഇവിടെയും ദ വാല്യൂ ഓഫ് എം ഫോർ വിച്ച് ദി ഇക്വേഷൻ ഹാസ് ഈക്വൽ റൂട്ട്സ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. സം 0 ആയിരിക്കും. Question number 70. If the sum of the roots of the equation is 1 and the product of the roots, sum of the roots, sum is equal to 1, that is minus b by a is equal to minus 1. So minus of 2a plus 3 divided by a plus 1 is equal to minus 1. ഇതിൻ്റെ അകത്ത് നിന്ന് വാല്യൂ ഓഫ് എ കണ്ടുപിടിക്കുക. അതെടുത്തിട്ട് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ 3a plus 4 divided by a plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൽ ഗെറ്റ് ദ വാല്യൂ. 71ാമത്തെ ചോദ്യം. ദ വാല്യൂ ഓഫ് തീറ്റ between 0 and 2 pi, one complete rotation, for which satisfies the equation sin raised to 4 theta minus 2 sin square theta minus 1 is equal to 0. വളരെ നല്ല ഇക്വേഷൻ ഉള്ളത് എന്താ? sin square theta minus 1 whole square is equal to 0. അല്ലേ? സോ ഇല്ല, -1 ആണല്ലോ. ഞാൻ പെട്ടെന്ന് നോക്കിയതേ ഇല്ല. സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 മൈനസ് 2 ഈക്വൽ ടു 0. ഇവിടുന്ന് +1 -2 ഒരു 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു. 1 ആഡ് ചെയ്യുമ്പോൾ ഈ പാർട്ട് കമ്പൈൻ ചെയ്തു. ബാക്കി എന്താ? ഇവിടെ ഓൾറെഡി -1, അതിനോട് ഒരു -1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സോ ദിസ് ഇസ് സൈൻ സ്ക്വയർ തീറ്റ -1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. So sin square theta minus 1 is equal to plus or minus root 2. Sin square theta is equal to root 2. അല്ലേ? plus 1 അല്ലെങ്കിൽ sin square theta is equal to minus 1 minus root 2. Sin square theta minus 1 whole square is equal to 2. അപ്പോൾ sin square theta minus 1 plus or minus root 2. sin square theta plus ഇതൊരിക്കലും സാധ്യമല്ല. sin square theta is equal to 1 minus root 2. ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? സ്ക്വയർ നെഗറ്റീവ് ആവില്ല. സോ ദിസ് ഇസ് ഓൾസോ ഇതെന്തുകൊണ്ട് പോസിബിൾ അല്ല? സൈൻ സ്ക്വയർ തീറ്റേൻ്റെ മാക്സിമം വാല്യൂ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് 1 ഗ്രേറ്റർ ദാൻ 1 ആണ്. ദിസ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ 1 ആണ്. 1നെക്കാട്ടും കൂടെ. അതുകൊണ്ട് തന്നെ ഇത് പോസിബിൾ അല്ല. അതേപോലെ ഇത് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്, അതും പോസിബിൾ. Therefore no solution for this particular equation. Option D. 72. The value of p for which the difference between the roots is 2. Difference between the roots. Alpha plus beta, sum of the roots and the minus p. Alpha beta and the c by a. Difference between alpha minus beta is equal to 2. So that means alpha minus beta whole square is equal to 2 square. That means alpha plus beta whole square minus 4 alpha beta is equal to 4.
അതിൻ്റെ അകത്തേക്ക് ഇവിടെ പിയും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, സോൾവ് ഫോർ പി. ദിസ് വിൽ ബി പി സ്ക്വയർ മൈനസ് 4x 32. p square is equal to 36. p is equal to plus or minus 6. 73. ഈ ചോദ്യം നമ്മൾ ചെയ്തതാണല്ലോ. ഇറ്റ്സ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ബി സ്ക്വയർ മൈനസ് 4ac യൂസ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, ബ്രിങ് ഇൻ ടു ദ സ്റ്റാൻഡേർഡ് ഫോം. അത് വിൽ ബി 3x സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 ടൈംസ് അവിടെ എ ബി എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ ബി പ്ലസ് ഇവിടെ മൈനസ് ആയിരിക്കും എ ബി പ്ലസ് ബി സി പ്ലസ് എ സി സികൾ 25ാമത്തതോ 22 10 20 ആ 20 റൗണ്ട് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടത്. സെയിം റെപ്പിറ്റേഷൻ. 25ാമത്തെ ചോദ്യമാണ് എൻ്റെ ഓർമ്മ. 74ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 74. y equal to root of x plus 1 into x minus 3 divided by x minus 2. Then all the values of x for which y takes real values. Real ആവണമെങ്കിൽ എന്തായിരിക്കണം? What is coming inside the square root should be positive. That means x plus 1 into x minus 3 divided by x minus 2 is greater than or equal to 0. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, x should not be equal to 2. ഓക്കെ, ഇത് പോസിറ്റീവ്, ഒരു ഫ്രാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് കേസ് ഉണ്ടാവും. ഒന്നുകിൽ കേസ് 1 രണ്ടും പോസിറ്റീവ്, ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിരിക്കണം, ഈക്വൽ ടു 0 ആകാൻ പറ്റില്ല, ഗ്രേറ്റർ ദാൻ 0, ആൻഡ് അതുകൂടാതെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് ഇസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് ഒരു ക്വാഡ്രാറ്റിക് ആണ് അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻസ് എവിടേക്കാണ്? ഒന്ന് -1ഉം മറ്റൊരു 3ഉം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് എക്സ് ഇസ് ലെസ് ദാൻ -1 ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3. ഗ്രേറ്റർ ദാൻ 3 അല്ല, ഈക്വൽ ടു ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് ഇസ് ഗ്രേറ്റ്, ഇത് രണ്ടും കൂടി ഇതിൻ്റെ കണ്ടീഷൻ എന്താ? ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3. ഇതും വേണം ഇതും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി നടക്കില്ല. അതെന്താ നടക്കുക? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2നെക്കാട്ടും കൂടുതലാവാം, ആൻഡ് ഇതിനെക്കാട്ടും ചെറുതാവണം. സോ ഇതിൻ്റെ അകത്ത് ആകെ കൺക്ലൂഡ് കിട്ടുന്ന കേസ് എന്താ? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇനി രണ്ടാമത്തെ കേസ്, ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആവണം, ന്യൂമറേറ്ററും പോസിറ്റീവ് ആണ്, ഡിനോമിനേറ്ററും പോസിറ്റീവ്, അല്ലെങ്കിൽ എന്താ രണ്ടും നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0, ആൻഡ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ. ഇത് എന്തുകൊണ്ട് ഈക്വൽ ടു എടുക്കുന്നത്? ഇവിടെ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇത് മൊത്തം 0 ആവും. 0 ആണ്, ന്യൂമറേറ്റർ 0 ആവും. സോ ഈ കേസിൽ എക്സ് ഇസ് ലെസ് ദാൻ 2 ആണ്, ആൻഡ് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ എന്താവും? ഇത് രണ്ടും കൂടി ഇതും ഇതും വേണം. എക്സ് ഇതിനെക്കാട്ടും കൂടുതലാവണം, 3നെക്കാട്ടും കുറവാവുകയും വേണം. മാത്രമല്ല 2നെക്കാട്ടും കുറവ്. ദാറ്റ് മീൻസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. ഒന്നുകിൽ ഈ കേസ് ആവാം, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ കേസ് വരാം, അല്ലെങ്കിൽ ഈ കേസ് വരാം. സോ വാട്ട് ഈസ് ദ ഓപ്ഷൻ? ഓപ്ഷൻ എ. 75ാമത്തെ ചോദ്യം. The coefficient of this x square plus px plus q equal to 0 was taken, a coefficient of x was taken as 17. അപ്പോൾ എത്ര? x square plus 17x plus q equal to 0. In place of 13, its roots were found to be -2 and 2. And product of the roots എന്താ? x square plus 17x plus എന്താ? 30. Actually എന്താ? Its roots were found to be -2 and -15. The roots to be found were 17. In actually എന്താ? x square plus 13x plus 30. So the original root എന്താ? 3 ഉണ്ട്. Question number 76. If one root of the quadratic equation ax square plus bx plus c is equal to the nth power of other root, that is other one is equal to the nth power.
So second root മറ്റേ first rootൻ്റെ nth power ആണ്. So alpha and alpha raised to n be the roots. So what is alpha plus alpha raised to n? That is equal to minus b by a, and alpha into alpha raised to n, c by a. That means alpha raised to n plus 1 is equal to c by a. എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ then the value of a c raised to n whole raised to 1 divided by n plus 1 plus a raised to n c whole raised to 1 divided by n plus 1 ഇതിൻ്റെ വാല്യൂ, അതായത് ഈ എക്സ്പ്രഷൻ്റെ അകത്ത് ആൽഫ ഇല്ല എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ആൽഫ എലിമിനേറ്റ് ചെയ്യും. ദിസ് മീൻസ് ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് ആൽഫ ഇസ് ഈക്വൽ ടു സി ബൈ എ ഹോൾ റേസ് ടു 1 ബൈ n പ്ലസ് 1. അതായത് ഇത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 ഇസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് എത്ര 9 റേസ് ടു 1 ബൈ 5th റൂട്ട് n പ്ലസ് 1th റൂട്ട് ഇവിടെ എടുക്കുന്നത് മാത്രം. അതെടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇവിടെ പേരും കൊടുക്കാം. ദിസ് ഇസ് 1 ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്ത് കിട്ടും? സി ബൈ എ ഹോൾ റേസ് ടു 1 divided by n plus 1 plus c by a whole raised to n ഉണ്ട് divided by whole raised n divided by n plus 1 is equal to minus b by a. Multiplying throughout by ഈ ഡിനോമിനേറ്റർ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? a into c by a whole raised to n plus 1 plus a into c by a whole raised to n divided by n plus 1 is equal to minus b. ഇവിടെ എൻ്റെ പവർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. a raised to 1 minus 1 divided by n plus 1. എൻ്റെ പവർ ലോ ഓഫ് എക്സ്പോണൻസ് a raised to 1 ഇവിടെ ഉണ്ട്, 1 ഇവിടെ മൈനസ് 1 ബൈ ഡിനോമിനേറ്റർ അല്ല, മുകളിലേക്ക് പോകുമ്പോൾ 1 ബൈ. ഇതെന്താ a raised to n plus 1 minus 1 divided by n plus 1. So this will be equal to a raised to n divided by n plus 1. a raised to മൊത്തം എന്താവും a raised to n divided by n plus 1 into c raised to 1 divided by n plus 1 plus ഇവിടെ എന്താ എൻ്റെ പവർ a raised to 1 minus ഇവിടെ ഒരു a ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു a ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിൻ്റെ പവർ n divided by n plus 1. So a raised to 1 divided by n plus 1. So ഇതെന്താവും a raised to 1 divided by n plus 1 into c raised to n divided by n plus 1 is equal to minus b. Or when you combine a raised to n into c raised to ഇതാണ് ചോദ്യം എടുത്തി divide by തെറ്റിയല്ലോ, a raised to n into c, ഓക്കെ ഈ പാട്ട് കിട്ടി, divide by n plus 1 plus ഇതെന്താ a into c raised to n whole raised to 1 divided by n plus 1 is equal to minus b. ഓപ്ഷൻ ബി. 77 രണ്ട് ചോദ്യം കൂടി ഉള്ളൂ. 77 L, M and R real, then the roots of this are complex real. Use b square minus 4ac. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കുക, അല്ല ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ഏതാണെന്ന് ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ്. റിയൽ ആൻഡ് ഈക്വൽ ഡിസ്ക്രിമിനൻ്റ് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 78. സം ഓഫ് ദ റൂട്ട്സ് ഓഫ് ദിസ് ഈക്വേഷൻ ഇസ് 3 times the difference. Alpha plus beta is equal to 3 times alpha minus beta, 3 times the difference. Then this square here, alpha plus beta whole square is equal to 9 times alpha minus beta. So I'm going to simplify here, so go for that and substitute. So you will be getting one expression from that. അപ്പോൾ അതാണ് ഇതിലെ ചോദ്യങ്ങൾ. അപ്പം ഇത് എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ചെയ്ത പോലെ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന തിയറി ഒന്നുകൂടി നോക്കുക, ആ പാർട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഒന്നും കൂടി ഗോ ത്രൂ ദ വീഡിയോ വൺസ് അഗെയിൻ ദാറ്റ് തിയറി പാർട്ട്. അതിനുശേഷം ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ റാൻഡമിലി എടുത്തിട്ട് ചെയ്ത് നോക്കുക, ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് വിത്ത് ദ questions of quadratic equation.